വിധം ദുരന്തമായവരുടെ നേർചിത്രമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാനായി പോകുന്നത്. ഒരു 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ വിറയം കഴിച്ചു നിൽക്കുകയാണ് ഈ നാടും നാട്ടുകാരും. ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലും പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കിയായിരുന്ന ഈ പെൺകുട്ടി എന്തിനാണ് സ്വന്തം ജന്മദിനത്തിൽ ജീവൻ ഒടുക്കിയത്? എന്തോ ദുരൂഹതയുണ്ടെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുമായിരിക്കും. NDPക്ക് വേണ്ടി നിയ സദസ്. ജീവന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. കുഞ്ഞോള് മരിച്ച ദിവസം ഓൻ പുറത്തുപോയില്ലേ? എല്ലാ ദിവസവും പുറത്തുപോയിട്ട് വൈകിട്ടാ തിരിച്ചു വരുന്നത്. ഓനും കൂടി പോയാ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? ഞാനും കുറച്ചു നാളെ ഓന്റെ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും പറയാതിരുന്നത്. നമുക്ക് അവനെ ഒരു കൗൺസിലറെ കാണിച്ചാലോ? എന്റെ ഒരു സുഹൃത്താണ്, നമുക്ക് അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ജീവൻ, ആരാണ് ഇത്ര തിരക്കിട്ട് വിളിക്കണേ? ഞാൻ ആരെ വിളിക്കും? നീ ആരെ വിളിക്കാൻ? ചൂടാവല്ലോ, നമുക്ക് സംസാരിക്കണ്ടേ? എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ജീവൻ, അനിയത്തിയുടെ മരണത്തിന് ശേഷം താൻ വല്ലാതെ തളർന്നിരിക്കുന്നു. നിന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞതും അവരാണ്. എനിക്കുമുണ്ടായിരുന്നു ഒരു കുഞ്ഞു പെങ്ങൾ. കോളേജിൽ വെച്ചവയെ ഒരു വിനോദയാത്രക്കിടയിൽ ഒന്നും പറയാതെ അവൾ ഞങ്ങളെ വിട്ടുപോയി. പക്ഷെ നിനക്കെന്തോ പറയണമെന്ന് എനിക്കറിയാം. പറ മോനെ, എന്താ സംഭവിച്ചത്? ബാങ്കിൽ ഉയർന്ന പദവിയുള്ള അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥയായ അമ്മയും തിരക്ക് പിടിച്ച വീട്ടിൽ ഞാനും കുഞ്ഞോളും സഹോദരന്മാർ മാത്രമായിരുന്നില്ല, ഒരു നല്ല കൂട്ടുകാരുമായിരുന്നു. കോളേജിൽ വെച്ച് കിട്ടിയ കൂട്ടുകെട്ടോളാണ് എന്നെ ഞാൻ പോലും അറിയാതെ മാറ്റിമറിച്ചത്. വീട്ടിൽ അറിഞ്ഞില്ല മോനെ നിന്റെ ഈ മാറ്റങ്ങൾ. വീട്ടിൽ എന്നെ തിരിച്ചറിഞ്ഞതും എന്നെ തിരുത്താൻ ശ്രമിച്ചതും അവൾ മാത്രമാണ്. പലയിടങ്ങൾ, പല രാത്രികൾ, പല നേരങ്ങൾ ഞാൻ പോലും അറിയാതെ മാറ്റിമറിഞ്ഞു. അച്ഛാ, എനിക്ക് കുറച്ച് പൈസ കേട്ടോ, 5000. എന്തിനാ അച്ഛ അങ്ങനെ പെട്ടെന്ന് പൈസ എടുത്ത് കൊടുക്കല്ലേ? നീ നിന്റെ കാര്യം നോക്കിയാതിയേ. പിന്നെ ഞാൻ വരാൻ വൈകിട്ടോ. കുട്ടേട്ട, ഇത് നേരത്തെ വരണേ, ഇന്നലെ പിറന്നാളല്ലേ. കുട്ടേട്ട വന്നിട്ടേ ഞാൻ കേക്ക് മുറിക്കുള്ളൂ. മണിയായില്ല മോളെ, നീ പോയി കിടന്നോ. അവൻ വരാൻ വൈകുന്നു പറഞ്ഞതല്ലേ? ഇല്ല, അമ്മ പോയി കിടന്നുറങ്ങിക്കോ. കുട്ടേട്ട ഫോൺ കട്ടാക്കില്ലേ, വരുന്നുണ്ടാവും. അന്നാണ് എന്റെ കുഞ്ഞോളെ. ഗെറ്റുകഥയല്ല, ഒരു വീട്ടിൽ
സംഭവിച്ചതാണ്. ജീവിതത്തിന്റെ വേഗപ്പാച്ചിൽ മക്കളുടെ സ്വഭാവങ്ങൾ രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കണം. ചോദിക്കുമ്പോൾ പൈസ എടുത്തു കൊടുക്കുന്ന ATM മെഷീനുകൾ മാത്രമാകുന്ന രക്ഷിതാക്കൾ. നന്ദി, നമസ്കാരം. സദസ്സിന് വന്ദനം. ഹായ് കൂട്ടുകാരി, നിങ്ങൾ പാലം കടക്കണം. വളരെ ബുദ്ധിമുട്ടി മരപ്പാലത്തിൽ കയറിയതും കാതു തെറ്റിയതും ഒന്നിച്ചായിരുന്നു. രാമു പെട്ടെന്ന് ഇരു കൈകൾ കൊണ്ട് തന്റെ അമ്മ ചേർത്ത് പിടിച്ചു. തന്റെ മകന്റെ കൈകളിൽ താൻ എത്ര സ്നേഹമാണെന്നോർത്ത് അവർ കോരിത്തരിച്ചു. രാമു അമ്മയെ തങ്ങി പതിയെ നടന്നു. പാലത്തിന് നടുവിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ആരുമില്ല. അവൻ തന്റെ അമ്മയെ പുഴയിലോട്ട് ഓർന്നു തള്ളി. മോനെ! ആ നിലവിളി പുഴയിലെ ഒഴുക്കിനോടൊപ്പം അലിഞ്ഞു ചേർന്നു. അയാൾ സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലെത്തി. അമ്മ കാലങ്ങളായി കരുതി വെച്ച പണപ്പെട്ടി തുറന്നു. തന്റെ കാലശേഷം ഇത് തന്റെ മകൻ രാമുവിനുള്ളതാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. എന്തായാലും കാലശേഷം തന്നെയാണ് ഞാൻ ഇതിൽ തൊട്ടത്. അയാൾ കോരിച്ചിരിച്ചു. രാമുവേട്ടാ. പിറ്റേ ദിവസം രാവിലെ അയൽപ്പക്കത്തുള്ള നിമ്മിയുടെ വിളി കേട്ടാണ് അയാൾ ഉണർന്നത്. വാതിൽ തുറന്നതും കയ്യിൽ നീട്ടിപ്പിടിച്ച പത്രവുമായി അവൾ വിക്കി വിക്കി പറഞ്ഞു, രാമുവേട്ടാ. രാമുവേട്ടന്റെ അമ്മ അയാൾ പത്രം അന്ന് ചരമകോളം വന്ന നായി പരതി. എന്നാൽ ആ വാർത്ത മാത്രം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു, എവിടെ? അവൾ ചൂണ്ടിക്കാണിച്ച കോളത്തിലോട്ട് കണ്ണോടിച്ചു. പുഴയിൽ വീണ് കിടന്ന വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു ഞെട്ടലോടെയാണ് അയാൾ ആ വാർത്ത വായിച്ചത്. പുഴയിൽ വീണു കിടന്ന മരത്തിന്റെ വേര് പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രാമുവിന്റെ കണ്ണിൽ ഇരുട്ട് പരക്കുന്നത് പോലെ തോന്നി. അയാൾ തളർന്നു നിലത്തിരുന്നു പോയി. അപ്പോൾ അമ്മയുടെ കണ്ണുകൾ പോലെ ഒരു കാറ്റ് അവനെ തഴുകി കടന്നുപോയി. അത് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശമായി അയാൾക്ക് അനുഭവപ്പെട്ടു. കൂട്ടുകാരി, രക്തബന്ധത്തെക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മിന്റെ പാലിനൊപ്പം നിസ്വാർത്ഥമായ സ്നേഹവും കൂടിയാണ് ഒരമ്മ നൽകുന്നതെന്ന കാര്യം നാം വിസ്മരിക്കരുത്. നമ്മുടെ ഏതു തെറ്റിനും മാപ്പ് നൽകുന്ന കോടതി ഈ ഭൂമിയിൽ അമ്മ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. തുമ്പി ചുരട്ടിയൊരാന കൊമ്പനാന വരുന്നുണ്ട്. തുമ്പി ചുരട്ടിയൊരാന കൊമ്പനാന വരുന്നുണ്ട്. അരിച്ചരിച്ചൊരു കട്ടുറുമ്പ് അവന്റെ മുമ്പിലകപ്പെട്ടു. അരിച്ചരിച്ചൊരു കട്ടുറുമ്പ് അവന്റെ മുമ്പിലകപ്പെട്ടു. ആന പറഞ്ഞു, കണ്ടില്ലേ എന്റെ വരവ്? കണ്ടില്ലേ കണ്ടില്ലേ എന്റെ വരവ്? കണ്ടില്ലേ നിന്റെ മുഖത്ത്? എന്റെ കാലിനടിയിൽപ്പെട്ടാൽ എന്താവും നിന്റെ ഗതി? എന്റെ കാലിനടിയിൽപ്പെട്ടാൽ എന്താവും നിന്റെ ഗതി? ഉറുമ്പ് ദേഷ്യത്തോടെ പറഞ്ഞു, പൊണ്ണത്തടിയാ നിന്റെ മുഖത്തും കണ്ണുകളില്ലേ രണ്ടെണ്ണം? എട പൊണ്ണത്തടിയാ നിന്റെ മുഖത്തും കണ്ണുകളില്ലേ രണ്ടെണ്ണം? ഇവന്റെ കുറും നിർത്തും ഞാൻ എന്നാനാ? എന്നാൽ കാണട്ടെ എന്നുറുമ്പേ, എന്നോടാണോ കളി എന്നാനാ? ആഞ്ഞു ചവിട്ടി നിനച്ചു കാഞ്ഞു കാണുവനുറുമ്പേ, ആനക്കാലിൽ പറ്റിച്ചേർന്ന് അരിച്ചു കയറിയുറുമ്പേ, ആനക്കാലിൽ പറ്റിച്ചേർന്ന് അരിച്ചു കയറിയുറുമ്പേ. ആനച്ചയിൽ ചെന്നു പറഞ്ഞു ഞാനും മുതുകിലിരിപ്പുണ്ട്. ആനച്ചയിൽ ചെന്നു പറഞ്ഞു ഞാനും മുതുകിലിരിപ്പുണ്ട്. ആനറുമ്പിനെ വീഴ്ത്താനായി മേനി കുലുക്കി പലവട്ടം. ആനറുമ്പിനെ വീഴ്ത്താനായി മേനി കുലുക്കി പലവട്ടം. തുമ്പിക്കൈയിലുറുമ്പു കടിച്ചു ചിഹ്നം വിളിയോടാന കൊതിച്ചു. തുമ്പിക്കൈയിലുറുമ്പു കടിച്ചു ചിഹ്നം വിളിയോടാന കൊതിച്ചു. ഉറുമ്പുറക്കെ വിളിച്ചു പറഞ്ഞു നന്നെല്ലാവർക്കും അഹങ്കാരം.
നന്മ